നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനാപകടങ്ങൾ നമുക്ക് നൽകുന്ന വേദനകൾ ചെറുതൊന്നുമല്ല. പറഞ്ഞു വന്നാൽ മാർച്ചിൽ ചൈനയിൽ നടന്ന ഇത്തരമൊരു അപകടം ഏറെ ഞെട്ടലുളവാക്കിയിരുന്നു. അതായത് 132 പേരുടെ ജീവനെടുത്ത ഈ ചൈനീസ് വിമാനാപകടം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്തുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിമാനാപകടം ബോധപൂർവമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയാണ് അധികൃതർ. ചൈനയിലെ പടിഞ്ഞാറൻ മേഖലയായ കുഞ്ഞിങ്ങിൽ നിന്നും ഗുവാങ്സോയിലേക്ക് പുറപ്പെട്ട MU-57-35 വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. അതേസമയം പ്രാഥമിക അന്വേഷണത്തിൽ വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതിനാൽ തന്നെ വിമാനത്തിനുള്ളിലെ ക്രൂവിന്റെ പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിമാനത്തിലെ കോക്പിറ്റിലുള്ള നിയന്ത്രണങ്ങൾ ആഴത്തിലേക്കോ കുതിച്ചുചാട്ടത്തിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള പതനത്തിലേക്കോ നയിച്ചേക്കാമെന്നാണ് ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മൂലം അറിയാൻ കഴിയുന്നത്. ഈ വീഴ്ചയിൽ തന്നെ ആകാശത്ത് വെച്ച് വിമാനം 2 കഷ്ണങ്ങളായി തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നുവെന്ന് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ വിമാനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ കോക്പിറ്റിൽ അതിക്രമിച്ചു കയറി മനഃപൂർവ്വം തകരാറുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നും അധികൃതർ പറയുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതിനാൽ തന്നെ ഇത് തള്ളിക്കളയാനാകില്ലെന്നും അമേരിക്കയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 28 വർഷത്തിനിടെ ചൈനയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിമാനാപകടമായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ നടന്നത്. ചൈനയിലെ തന്നെ ഗുവാങ്സി പ്രവിശ്യയിലെ വുഷു നഗരത്തിനടുത്തുള്ള മലമുകളിലാണ് വിമാനം തകർന്നു വീണത്. 3:05 ലാൻഡ് ചെയ്യേണ്ടിരുന്ന വിമാനവുമായുള്ള ബന്ധം 2:22 നഷ്ടപ്പെടുകയായിരുന്നു. പിന്നാലെയാണ് അപകടം സംഭവിച്ചത്. മലമുകളിലേക്ക് വിമാനം കൂപ്പുകുത്തി വീഴുകയാണ് ചെയ്തത്. 9 ജീവനക്കാരും 123 യാത്രക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.